ഹലോ, ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ കാരണം അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇരിങ്ങാലക്കുടക്കാരുടെ അടുത്തൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ട്, അതുമാതിരി ഇരിങ്ങാലക്കുട വഴി കാട്ടുങ്ങച്ചറ വഴി പോകുന്ന അവിടെ കയറി പെട്രോൾ അടിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ കാട്ടുങ്ങച്ചറ പെട്രോൾ പമ്പ് ഇപ്പോൾ പണി നടക്കുകയാണെന്നുള്ളത് അതിൽ കൂടെ പോകുന്ന അത് കണ്ടിട്ടുള്ള കുറേ പേർക്ക് അറിയാൻ പറ്റും. ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയ്ക്ക് ആ വഴിക്ക് പോയപ്പോൾ പെട്രോൾ ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്നാണ് പെട്രോൾ അടിക്കാൻ കയറിയത്. അധികം വലിയ എമൗണ്ടിലൊന്നും പെട്രോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അല്ല അടിച്ചിട്ടുണ്ടാവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കയറി പെട്രോൾ അടിക്കാനായിട്ട് 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനായിട്ട് കൊടുത്തു. കാറിൻ്റെ കീയൊക്കെ കൊടുത്തു. ഞാൻ എപ്പോഴായാലും പെട്രോൾ അടിക്കുമ്പോഴത്തേനും ഞാൻ അവിടെ മീറ്ററിൽ ശ്രദ്ധിക്കും. ഇന്നലെ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. പെട്രോൾ അടിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 0 വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരിക. അപ്പോൾ ഇതിൽ 9 പോയിന്റ് സംതിങ് എത്രയോ ആയിരുന്നു സ്റ്റാർട്ടിങ് കേട്ടോ. എന്നിട്ട് 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഞാൻ അതിന് മുമ്പ് പെട്രോളിന് GPay ചെയ്തൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സഹോദര 9 തൊട്ടിട്ടാണല്ലോ റീഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ആ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു പയ്യനെ മീറ്റ് വന്നിട്ട് പറഞ്ഞു, അതങ്ങനെ തന്നെയാണ് കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടല്ല ഞാൻ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ പല ദിക്കിന്നും പെട്രോൾ അടിച്ചപ്പോഴൊന്നും 9, 10, 11 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, 0 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉള്ളിൽ നിന്ന് വന്ന വ്യക്തിയുടെ അടുത്ത് ഏതാണ്ട് ഔദാര്യം പോലെയാണ് സൂചിപ്പിച്ചത്. ആ 10 രൂപയാണെങ്കിൽ അടിച്ചു കൊടുക്കണം. ഞാൻ എന്തായാലും 10 രൂപയും കൂടി അടിച്ചു മേടിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഒന്നാമത്തേൽ 50 രൂപ കുറഞ്ഞ് പെട്രോൾ അടിച്ച് തരില്ല എന്നുള്ളത് അവർ പറയുന്ന വലിയൊരു നുണയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സ്കാം അവിടെ, അങ്ങനത്തെ ഒരു സ്കാം അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെല്ലാവരും ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഏത് പെട്രോൾ പമ്പിൽ തന്നെയാണ്. എനിക്ക് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് കാട്ടുങ്ങച്ചറ പെട്രോൾ പമ്പിൽ നിന്നാണ്. ഇരിങ്ങാലക്കുടയുള്ള കാട്ടുങ്ങച്ചറ പെട്രോൾ പമ്പിൽ നിന്നാണ് എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന 1 രൂപയ്ക്ക് പോലും ആ 1 രൂപയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ഇനി പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 0 നിന്നാണോ 1 നിന്നാണെങ്കിൽ പോലും നമ്മൾ ആ 1 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് മേടിക്കണം, ബാക്കിയാണെങ്കിൽ പോലും. അപ്പോൾ ഇതെല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. എല്ലാവരും ഒന്ന്